പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ല, അവൾക്ക് അശ്രദ്ധയാണ്. അധ്യാപകർ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ക്ലാസ് ടീച്ചർ മാതാവിനെ, അമ്മയെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഈ കുട്ടി അവിടെ പഠിപ്പിക്കാൻ കഴിയില്ല. TC വാങ്ങി ആ കുഞ്ഞിന്റെ മാതാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഏതെങ്കിലും സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ട് ചേർത്താട്ടെ. സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ ഇവൾ യോഗ്യതയുള്ളവളല്ല, അതിനുള്ള കഴിവ് ഇവൾക്ക് ഈ കുട്ടിക്കില്ല. അതുകൊണ്ട് സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വേദനയോടെ മാതാവ് ആ കുഞ്ഞിന്റെ TCയും വാങ്ങിയെടുത്ത് വീട്ടിലേക്ക് വന്നു. നാളുകൾ, ദിവസങ്ങൾ ആ അമ്മയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെട്ടു. ഒടുവിൽ ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ അടുക്കൽ കൊണ്ടുപോയി കുഞ്ഞിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞ്, ഇതാണ് നിലവാരം, സ്കൂളിൽ നിന്ന് പുറത്താക്കി, പഠിപ്പിക്കാൻ തരമില്ല, ആ കുഞ്ഞിന് വേണ്ടും പോലെ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ആ മനഃശാസ്ത്രജ്ഞൻ ബുദ്ധിമാനായിരുന്നു. ആ കുഞ്ഞിനെ കൊണ്ട് തന്റെ ഓഫീസിന്റെ ബാക്കിലുള്ള ഒരു പൂന്തോട്ടത്തിലേക്ക് പോയി. പൂന്തോട്ടത്തിൽ പ്രത്യേകം ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന ചില സംവിധാനങ്ങളിലൂടെ പെട്ടെന്ന് പാട്ടുകൾ, ശബ്ദബീജികളായി ആ ഗാർഡൻ മുഴുവൻ നിറഞ്ഞു. 6 വയസ്സുള്ള ഈ പെൺകുട്ടി, ഈ 6 വയസ്സുകാരിയായ പെൺകുട്ടി അവളുടെ പ്രായത്തിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മനഃശാസ്ത്ര വിദഗ്ധൻ, ബുദ്ധിമാനായ മനുഷ്യൻ അതിന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അവളെ കൊണ്ടൊരു നൃത്ത വിദ്യാലയത്തിലാക്കാൻ പറഞ്ഞു. സ്കൂളിൽ നിന്ന് തള്ളി TC കൊടുത്ത് പുറത്തു വിട്ടു. സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഡിസേബിൾ ആയിട്ടിരിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ, ഇവൾക്ക് നോർമലി ഉള്ള കഴിവുകളില്ല എന്ന് പറഞ്ഞ് തള്ളിയ ആ കുട്ടിയെ ഈ ബുദ്ധിമാനായ മനുഷ്യൻ ആ കുഞ്ഞിന്റെ കഴിവുകൾ കണ്ടുപിടിക്കുവാൻ ആ പാട്ടിനൊത്ത ചടുലമായ ചുവടുകൾ വെച്ച് അവൾ നൃത്തം ചെയ്യുന്ന കണ്ടിട്ട് പറഞ്ഞു, ഇവളെ ഒരു നൃത്ത സ്കൂളിൽ കൊണ്ട് പഠിപ്പിക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. പിന്നീട് ആ കുട്ടി ലോകം അറിയപ്പെടുന്ന ഒരു നർത്തകിയും ഒരു നൃത്ത അധ്യാപികയുമായി മാറി. അവളുടെ പേരാണ് ഗിലിയൻ ബർബറ. ഒരുപക്ഷെ നിങ്ങളും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ലോകം അറിയപ്പെടുന്ന ലോകപ്രകാരമുള്ള നിലയിൽ ലോകം അറിയപ്പെടുന്ന ഒരു നൃത്ത അധ്യാപികയായിട്ട് അവൾ മാറി. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തിക്താനുഭവങ്ങൾ, വേദനപ്പെടുത്തുന്ന അനുഭവങ്ങൾ. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളും ഇതുപോലെ ലോകത്തിൽ ഏതെങ്കിലും തരത്തിൽ തള്ളപ്പെടുന്നവരോ വലിച്ചെറിയപ്പെടുന്നവരോ ഉപേക്ഷിക്കപ്പെടുന്നവരോ ആകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരുപക്ഷെ ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ, സന്നാഹങ്ങളൊക്കെ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചു തള്ളുമ്പോൾ അതിന്റെ പിൻപിൽ ചിലപ്പോൾ ഒത്തിരി ആളുകളുടെ കരങ്ങൾ കണ്ടേക്കാം. പലരും അതിന്റെ പിന്നിൽ അധ്വാനിച്ചേക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള അവസ്ഥ വന്നേക്കാം, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അങ്ങനെയുള്ള അവസ്ഥ വന്നേക്കാം. ഒരു സത്യം ഞാൻ പറയട്ടെ, ദൈവികമായ കാഴ്ചപ്പാടോടുകൂടി നോക്കുമ്പോ എന്നെയും നമ്മെ ഓരോരുത്തരെയും നിലനിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. നോക്കുവാൻ ഒരൊറ്റയിടമേ ഒരു ഭക്തനുള്ളൂ. ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ ലോകത്തിന്റെ തള്ളപ്പെടലുകളുടെ മുൻപിൽ, ലോകത്തിന്റെ റിജക്ഷന്റെ മുൻപാകെ എന്നെയും നിങ്ങളെ നിർത്തുന്ന ദൈവകൃപയിൽ ആശ്രയിക്കുന്നവരെ, ലോകം നമ്മെ വലിച്ചെറിയുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഇന്ന് രാത്രി അതൊന്ന് വിശ്വസിക്കാമോ? എന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ കരം, അതാണ് ദൈവത്തിന്റെ കൃപ. ഒരു കർഷകൻ, ഏറിയ കാലങ്ങൾക്ക് മുമ്പ് ഒരു കർഷകനായ മനുഷ്യൻ, കുന്നിന്റെ മുകളിലുള്ള ഒരു ചെറിയ തോട്ടം തനിക്കുണ്ടായിരുന്നു, കൃഷിത്തോട്ടം. ജലസേചന സൗകര്യമില്ല. താഴെ പുഴയിൽ നിന്ന് വെള്ളം കോരും. ഇന്നത്തെ പോലെയല്ല, തോളിൽ ഒരു കമ്പ് കെട്ടി 2 ഭാഗത്തും കുടം കയറിൽ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ വെള്ളം ചുമന്നുകൊണ്ട് താൻ പോകുന്ന വഴിയിൽ നാളുകൾ കഴിഞ്ഞപ്പോൾ തന്റെ 2 കുടങ്ങളിൽ ഒരു കുടത്തിന് ചെറിയൊരു ഓട്ട വീണു. ആ കുടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. വെള്ളം പുറത്തേക്ക് പോയി. ഒരെണ്ണം പുതിയത് വാങ്ങിക്കാനുള്ള കരുത്ത് ആ മനുഷ്യരില്ല. അദ്ദേഹം അതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈ കുടം ഈ മനുഷ്യനോടൊരു ചോദ്യം ചോദിച്ചെന്നാ പറയുന്നത്, യജമാനെ, എന്തിനാണ് അങ്ങ് എങ്ങനെ ചുമക്കുന്നത്? ഞാൻ താഴെ നിന്ന് അങ്ങ് എന്നെ ഉദ്ദേശിക്കുന്ന കാര്യം നിവർത്തിക്കുവാൻ വേണ്ടി വെള്ളം ചുമന്നുകൊണ്ട് വരുമ്പോൾ, മുകളിൽ വരുമ്പോ ഓട്ടക്കുടത്തിൽ നിന്ന് വെള്ളമെല്ലാം ചോർന്നു പോകുന്നതല്ലേ, എന്തിനാണ് എന്നെ ഇങ്ങനെ ചുമക്കുന്നത്? എന്നെ അഴിച്ചു കളഞ്ഞാട്ടെ, പ്രയോജനമില്ലാത്ത ഒരു ഉടഞ്ഞ കുടമല്ലേ ഞാൻ, ഒരു ഓട്ടക്കലമല്ലേ എന്ന് പറഞ്ഞപ്പോ ആ കൃഷിക്കാരൻ, ആ കർഷകൻ ആ കുടത്തോട് ഇങ്ങനെ പറഞ്ഞെന്നാ പറയുന്നത്, നീ നോക്ക്, കയറി വരുന്ന ആ വഴിയുടെ വലത് ഭാഗത്ത് നീ ഒന്ന് നോക്കാൻ, അതിന്റെ ഓരങ്ങളിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ചെടികൾ ഇങ്ങനെ പുഷ്പിച്ചു നിൽക്കുകയാണ്. നല്ല മനോഹരമായ ഇലകളും പുഷ്പങ്ങളും. ഈ കുടത്തിന് ഓട്ടയുണ്ടെന്ന് അറിഞ്ഞ യജമാനൻ ആ കയറിപ്പോകുന്ന വഴിയുടെ വലത് ഭാഗത്ത് മനോഹരമായ പുഷ്പച്ചെടികൾ വെച്ച് ഈ കുടത്തിൽ നിന്ന് പതിയെ വീഴുന്ന വെള്ളമെല്ലാം ആ ചെടികൾക്ക് വീണ് 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 അത് വളരാൻ തുടങ്ങി, അത് പുഷ്പിക്കാൻ തുടങ്ങി. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്കും തോന്നും, ഞാൻ ഉടഞ്ഞ കുടമാണല്ലോ, ആർക്കും പ്രയോജനമില്ലാത്ത ഒന്നാണല്ലോ എന്ന് തോന്നുമ്പോ, നിന്നെ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു യജമാനന്റെ കയ്യിലാണോ നീ ഇരിക്കുന്നത്? അവൻ നിന്നെ അതുപോലെ
അതുപോലെ ഉപയോഗിക്കൂ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? അതിന്റെ പേരാണ് ദൈവകൃപ. ഇന്നയോളം നിന്നെ നിർത്തിയ ദൈവത്തിന്റെ പരിപാലനത്തിന്റെ പേര് ദൈവത്തിന്റെ കൃപ. നിന്നെ സംരക്ഷിക്കുവാൻ കരുത്തുള്ള നിന്റെ യജമാനൻ നിന്നെ ചേർത്ത് പിടിച്ച് നടത്തിയതിന്റെ പേര് ദൈവത്തിന്റെ കൃപ. കൃപയുള്ള സുവിശേഷം അത് നിവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പൗലോസ്ലീഹ പറയുക. ഒരു നല്ല യജമാനന്റെ കൈകളിലേക്ക് നിനക്കൊന്ന് ചെല്ലാമോ? ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ഒരു വീട്ടിലേക്ക് ഒരു നാടോടിയായ മനുഷ്യൻ രാത്രി അന്തിയുറങ്ങാൻ കൊടിയ കാറ്റും മഴയും പേമാരിയും പെയ്യുന്ന സമയം ഒരു യാചകനായ മനുഷ്യൻ, നാടോടിയായ മനുഷ്യൻ വീട്ടിലേക്ക് കയറി ചെന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് പറഞ്ഞു, സാർ, ഈ മഴയത്ത് എനിക്ക് പോകാൻ കഴിയില്ല, വീടില്ല, എനിക്ക് ആരുമില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ, എനിക്ക് ഒരു രാത്രി ഒന്ന് അന്തി ഉറങ്ങാൻ സ്ഥലം തരാമോ? അദ്ദേഹം പറഞ്ഞു, ഒരു ഔട്ട് ഹൗസ് അല്ല, വീടിന്റെ പുറത്തൊരു ഷെഡ് ഉണ്ടായിരുന്നു, വേസ്റ്റ് കൂനകൾ കൂട്ടിയിട്ട് ഷെഡ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നീ അവിടേക്ക് പോയി കിടന്നുകൊള്ളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവിടേക്ക് പോയി കിടന്നു. രാത്രി 1 മണി കഴിഞ്ഞ സമയം വീട്ടുടയവരൊരു ശബ്ദം, ഒരു ശബ്ദനാദം, ഒരു നാദശബ്ദം കേട്ട് താൻ ഉണർന്നു നോക്കുമ്പോ ആ ഷെഡിൽ നിന്നാണ് കേൾക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ശബ്ദം കേട്ടപ്പോഴെനിക്ക് മനസ്സിലായി, വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗശൂന്യമായ താൻ വായിച്ചുപയോഗിച്ചുകൊണ്ടിരുന്ന മനോഹരമായ ഒരു വയലിൻ, ഒരു കിന്നരം ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞതാ. അതിൽ നിന്നാണ് ശബ്ദം. ഈ വീട്ടുടമസ്ഥൻ പതിയെ വീടിന്റെ വാതിൽ തുറന്ന് ആ ഷെഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ആ നാടോടിയായ മനുഷ്യൻ, ഒറ്റ രാത്രി അന്തി ഉറങ്ങാൻ വന്ന ആ മനുഷ്യൻ ഉടഞ്ഞുപോയ ആ വയലിൻ, ആ കിന്നരം എടുത്തിട്ട് അതിന്റെ സ്ട്രിങ്സ് എല്ലാം മനോഹരമായി കെട്ടി അതിലിങ്ങനെ ശബ്ദഭീതികൾ ഉണ്ടാക്കുകയാ. ഈ കുടുംബനാഥൻ, വീട്ടുടമസ്ഥൻ അത്ഭുതപ്പെട്ട് നോക്കി എന്നിട്ട് ചോദിച്ചു, നീ എവിടുന്നാണ് വരുന്നത്? ഇത് എങ്ങനെയാണ് ശരിയാക്കിയത്? വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതിനെ വലിച്ചെറിഞ്ഞതാണ്, ഉപയോഗിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞതാണ്, നീ എങ്ങനെയാണ് ഇതിനെ പരിവപ്പെടുത്തിയെടുത്തത്? അപ്പൊ ആ മനുഷ്യനൊരു വാക്ക് പറഞ്ഞു, സാറേ, എന്റെ ജോലി ഇതാണ്, ഇത് ഉണ്ടാക്കുന്നതാണ് എന്റെ ജോലി, ഞാൻ വഴിയോരങ്ങളിൽ നിന്ന് ഇതൊക്കെ നിർമ്മിച്ച് വിൽറ്റ് ഉപജീവനം കഴിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ആ കുടുംബനാഥന്റെ കണ്ണുകൾ പോലും നിറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വലിച്ചെറിയപ്പെട്ട ചവിറ്റുകൂനയിൽ നിന്ന് നിന്നെ ഉയർത്തിയെടുക്കുവാൻ കരുത്തുള്ള ഒരു യജമാനൻ മുൻപിലുണ്ടെന്ന് ആ യജമാനെ മുൻപിൽ ഒന്ന് കണ്ടാട്ടെ. ഒരു നിമിഷം കണ്ണുകളിൽ നിന്ന് മൂടി ഞാൻ മീറ്റിംഗ് അവസാനിപ്പിക്കുകയല്ല. വലിച്ചെറിയപ്പെട്ട ചപ്പുകൂനയിൽ നിന്നും ആഴക്കുഴികളിൽ നിന്നും നിന്നെ കയറ്റിയെടുക്കുവാൻ ആ യജമാനന്റെ കയ്യിൽ, ആ സൃഷ്ടാവിന്റെ കയ്യിൽ, ആ ഉടമസ്ഥന്റെ കയ്യിലേക്ക് നീ ചെന്ന് വീണാൽ നിന്നിൽ നിന്ന് നാദം പുറപ്പെടുവിക്കുവാൻ അവന് കരുത്തുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? അവൻ എന്നെ കരുതലോടെ മുൻപോട്ട് നടത്തുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ അത് വിശ്വസിച്ചുകൊണ്ട്, എന്റെ ദൈവം എന്നെ നടത്തുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവം എത്ര നല്ലവനാണ്, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന അടുത്ത സഹായകൻ, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന അടുത്ത സഹായകൻ. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവം. അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തൻ. എന്താണ് സുവിശേഷത്തിന്റെ സ്വഭാവം? ഒന്ന്, അതിൽ ദൈവിക സത്യങ്ങൾ ഉൾപ്പെട്ടതാണ്, അത് വ്യാജമല്ല, അത് ഭോഷ്കല്ല. രണ്ട്, ഈ സുവിശേഷത്തിൽ ദൈവത്തിന്റെ കൃപയുടെ പ്രവാഹമുണ്ട്. ആ കൃപ ഈ മരുഭൂമി പാതയിൽ നമ്മെ നിലനിർത്തുവാനിടയായി തീരും. മാത്രമല്ല 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സുവിശേഷത്തിന് തേജസ്സിന്റെ അനുഭവം നൽകുവാൻ കഴിയുമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. വായിക്കാമോ പെട്ടെന്ന്? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ, തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സുവിശേഷത്തിനൊരു സ്വഭാവമുണ്ട്. ഒന്നതിൽ സത്യമുണ്ട്, രണ്ടതിൽ കൃപയുണ്ട്, മൂന്നതിൽ തേജസ്സുണ്ട്. ഈ സത്യത്തിന്റെ പാതയിലേക്ക് സുവിശേഷം നിങ്ങളെ വിളിക്കുകയാണ്. ദൈവകൃപ നിങ്ങളെ നിലനിർത്തുമെന്ന് സുവിശേഷം നിങ്ങളോട് പറയുകയാണ്. മാത്രമല്ല, ഈ സുവിശേഷം അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ തേജസ്സിലേക്ക്
മഹത്വത്തിലേക്ക് നടത്തും. അത് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം നമ്മെ അത് തേജസ്സിലേക്ക് വഴി നടത്തുന്നതാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ആ സുവിശേഷത്തിന്റെ ഫലത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ റിസൾട്ട് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന് ഒരു ഫലമുണ്ട്. എന്താണ് സുവിശേഷത്തിന്റെ ഫലമെന്ന് ചോദിച്ചാൽ 2 തീമോഥെയോസ് 1-ാം 10-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ഈ സുവിശേഷം ഒരു ഫലം നമുക്ക് തരുന്നു എന്ന് പറയുക. സുവിശേഷത്താൽ ജീവനും അക്ഷയതയും ഉണ്ടാകുന്നു. ഈ സുവിശേഷം മനുഷ്യരെ ജീവിപ്പിക്കുന്നതാണ്. മാത്രമല്ല, അക്ഷയത ഉണ്ടാക്കുന്നു, അമർത്യത ഉണ്ടാക്കുന്നു, മോർട്ടാലിറ്റി ടു ഇമോർട്ടാലിറ്റി, ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്ക് എന്നെയും നിങ്ങളെ നടത്തുന്നതാണ് സുവിശേഷം. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ മരണസന്ദർഭങ്ങളിലൊക്കെ നാം വായിക്കാറുണ്ട്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി വിശ്വസിച്ചുകൊണ്ട് പറ, സുവിശേഷത്തിന്റെ ഫലം എനിക്ക് ജീവൻ തരുന്നു, അക്ഷയത തരുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവൻ നൽകി അമർത്യത നൽകുന്നതാകുന്നു ഈ സുവിശേഷം എന്ന് കൃത്യമായി പറയുക. ഒരു ദിനം മരിക്കും, ഒരു ദിനം മരിക്കും. നമ്മുടെ കണ്ണുകൾ ആളുകൾ തപ്പിയടയ്ക്കും. ദൈവത്തിന് സ്തോത്രം പെട്ടിയിലാക്കി നമ്മളെ കൊണ്ടുപോകുന്ന ദിവസം വരും. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിന്റെ അവസാനമല്ല, അന്ത്യമല്ല. നിത്യതയുടെ ഒരു ഡോർ മാത്രം, ഒരു വാതിൽ മാത്രമാകുന്നു മരണം എന്ന് പറയുന്നത്. സുവിശേഷത്തിനൊരു ഫലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ജീവനും അക്ഷയതയും നൽകുന്നു. രണ്ടാമത്, എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജാതികൾ കൂട്ടവകാശികളായി തീരുന്നു, ഏക ശരീരസ്ഥരാകുന്നു, വാഗ്ദത്തങ്ങൾക്ക് പങ്കാളികളാകുന്നു. ഒരു കാലത്ത് ദൈവമില്ലാത്തവരായിരുന്നു നമ്മെ, ജാതി അനുഭവങ്ങൾ നിലനിന്നിരുന്നവരായ നമ്മെ ദൈവത്തിന് സ്തോത്രം കൂട്ടവകാശികളാക്കി, ഏക ശരീരസ്ഥരാക്കി, വാഗ്ദത്തങ്ങൾക്ക് അവകാശികളാക്കി. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് 2 കൊരിന്ത്യർ 7:1 അവിടെ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട്. ദൈവവചനത്തിന്റെ വാഗ്ദത്തങ്ങളല്ല നമ്മുടെ സ്വന്തം, അല്ല എന്റെ സ്വന്തം. ഓരോരുത്തരും ഒന്ന് പറഞ്ഞാട്ടെ, ഈ രാത്രി ഈ ആരാധനയ്ക്കായി വന്നു ചേർന്ന ഓരോ ദൈവമക്കളും പറഞ്ഞാട്ടെ, വാഗ്ദത്തം എന്റെ സ്വന്തം. ഓരോരുത്തരും പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് പറയാൻ ലജ്ജയില്ല എങ്കിൽ, അധരം തുറന്നത് പറയാൻ കഴിയുമെങ്കിൽ, ശത്രുവിനെ ഭയമില്ല എങ്കിൽ, പിശാചിന്റെ പോരാട്ടങ്ങളെ ഭയമില്ല എങ്കിൽ, ഈ രാത്രി ദൈവമക്കൾ ആധരം പുലർത്തി പറ, വാഗ്ദത്തങ്ങൾ എന്റെ സ്വന്തം. ഈ രാത്രി പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ നമ്മെ ഓർപ്പിച്ച ഒരു സത്യമാണ്, എന്റെ വാഗ്ദത്തങ്ങളിൽ നീ വിശ്വസിച്ച് മുറുകെ പിടിക്കുക. ഈ രാത്രി ഓരോരുത്തരും ഒന്ന് പറഞ്ഞാട്ടെ, ദൈവത്തെ വിശ്വസിക്കുന്നവർ, വചനത്തെ വിശ്വസിക്കുന്നവർ, വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടെ, വാഗ്ദത്തം എന്റെ സ്വന്തമാണ്. ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ. ഇപ്പോൾ തന്നെ ഒരു ശക്തി നമ്മുടെ മധ്യ വ്യാപരിക്കും. വാഗ്ദത്തം എന്റെ സ്വന്തം എന്ന് പറഞ്ഞാട്ടെ, തിരുവചനം എന്റെ സ്വന്തം എന്ന് പറഞ്ഞാട്ടെ. ശത്രു നിന്നെ എതിർക്കുന്നുണ്ടോ? സാത്താൻ നിനക്ക് പ്രതികൂലമാണോ? ഇന്ന് രാത്രി വിളിച്ചു പറ, വാഗ്ദത്തം എന്റെ സ്വന്തമാണ്. ഒരു കാലത്ത് ഞാനതിന് അവകാശിയല്ലായിരുന്നു, എന്നാൽ സുവിശേഷം എന്നെ ഏക ശരീരസ്ഥരാക്കി, എന്നെ കൂട്ടവകാശിയാക്കി, വാഗ്ദത്തങ്ങൾ ഓഹരിക്കാരനാക്കി. വിളിച്ചു പറ ധൈര്യമായിട്ട്. ഒരു മിനിറ്റ് സമയം ദൈവമക്കൾ അതൊന്ന് കൺഫസ് ചെയ്താട്ടെ. വാഗ്ദത്തം എന്റെ സ്വന്തം. മടികൂടാതെ നിങ്ങൾക്ക് പറയാവുന്നിടത്തോളം ശബ്ദത്തില് ഇന്ന് ഈ രാത്രി വേളയിൽ ഈ മീറ്റിംഗിന് വേണ്ടി വീട് വിട്ട് നീ ഇറങ്ങി വരുമ്പോ ചില വ്യാകുല ചിന്തകൾ എന്നെ അലട്ടിയില്ലേ സഹോദരി? ഈ രാത്രി ആരാധനയ്ക്കായിട്ട് ഇറങ്ങി വരുമ്പോ ചില വിഷയങ്ങൾ നീ വേദനപ്പെട്ടല്ലേ സഹോദര? ഇന്ന് രാത്രി ഇവിടെ വന്നത്, ഇന്ന് രാത്രി അതിനുള്ള പരിഹാരം, അതിനുള്ള ക്യാപ്സൂൾ തരികയാണ്, അതിനുള്ള മെഡിസിൻ ഇപ്പോൾ പുറപ്പെടുകയാണ്. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം, പ്രോമിസ് ഓഫ് ഗോഡ്. ഈ വർഷത്തിന്റെ സമാപനത്തില് ആ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കുകയാണ്. ഏറ്റുപറഞ്ഞാട്ട്, വാഗ്ദത്തം എന്റെ സ്വന്തം. ധൈര്യമായിട്ട് വിളിച്ചു വരോ, വാഗ്ദത്തം എന്റെ സ്വന്തമത്രേ. ഹല്ലേലൂയ. ധൈര്യമായിട്ട് ദൈവമക്കൾ പറയണം, വാഗ്ദത്തം എന്റെ സ്വന്തമാണ്. ആ വാഗ്ദത്തം എന്റെ സ്വന്തമെന്ന് നാം ഏറ്റുപറയുമ്പോൾ സുവിശേഷത്തിന്റെ റിസൾട്ട് നിങ്ങൾ ഉണ്ടാവുകയാ. സുവിശേഷം കേട്ടവരിൽ ആ ഫലം വരികയാ. വായിച്ചട്ടെ ആ വാക്യം ഒന്ന്, എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സുവിശേഷത്താൽ
വാഗ്ദത്തങ്ങൾക്ക് പങ്കാളികളാക്കി നമ്മെ മാറ്റുകയാണ്. ഈ ലോകം നമ്മുടെ മുൻപാകെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുടെ തീച്ചൂളകളും ചൂട് വർദ്ധിപ്പിക്കുമ്പോ ദൈവമക്കൾ വിളിച്ചു പറയണം, വാഗ്ദത്തം എന്റെ സ്വന്തമാണ്, വാഗ്ദത്തം എന്റെ സ്വന്തമാണ് എന്ന് ധൈര്യമായിട്ട് ഏറ്റു പറയണം. എന്തൊക്കെ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നാലും ധൈര്യമായ നിങ്ങൾക്ക് ദൈവം തന്ന വാഗ്ദത്തം വർഷാരംഭത്തിൽ 2023 ആരംഭ മിനിറ്റുകളിൽ നിങ്ങൾക്ക് വാഗ്ദത്ത വചനം കിട്ടിയിട്ടുണ്ട്. ചിലരാണ് വാഗ്ദത്ത വചനത്തിന് അടിയുണ്ടാക്കുന്നവരുണ്ട്, പിടിച്ചു പറിക്കുന്ന ദൈവദാസന്മാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അത് വാങ്ങിച്ചിട്ട് അടുത്ത ആഴ്ച പിള്ളേരുടെ കയ്യിലോട്ട് കൊടുക്കും. പിള്ളേർ അതിങ്ങനെ കുഴലപ്പം പോലെ ഉണ്ടാക്കി കളിക്കുന്ന കാണാം സഭായത്തിന്. വചനം വെച്ച് കളിക്കല്ലേ കുഞ്ഞെ, തിരുവചനം വെച്ച് കളിക്കുന്ന കളി ഇപ്പൊ അവസാനിച്ചോണം. അതിന് വേറെ കുഴലപ്പം 10 രൂപയ്ക്ക് വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കണം. അല്ലാതെ ഈ വാഗ്ദത്ത വചനത്തെ എടുത്ത് കുഴലപ്പം ഉണ്ടാക്കരുത്. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം ഓർമ്മയുണ്ടോ? 2003 വർഷത്തിന്റെ ആരംഭത്തിൽ നിങ്ങൾക്ക് കിട്ടിയ വാഗ്ദത്ത വചനം ഓർമ്മയുള്ളവർ മാത്രം ഒന്ന് കൈയുയർത്തിയാട്ടെ. എത്ര കരങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. കൂടുതലും സഹോദരിമാർക്ക് പിന്നെ എന്തെല്ലാം ജോലിയാ, എന്തെല്ലാം വേല, ഉപജീവനത്തിനുള്ള വഴികൾ, ഓട്ടവും ചാട്ടവും ഇരിക്കലും എഴുന്നേക്കലും ഒക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം ഓർത്തിരിക്കാനൊക്കെ പാടാ. എന്നാലും ഒത്തിരി പേർക്ക് ഓർമ്മയുണ്ട്, വാഗ്ദത്തം എന്റെ സ്വന്തമാണ്. അത് ഏറ്റു പറഞ്ഞു പോകണം ഏത് നിമിഷവും. അതാണ് റിസൾട്ട് ഓഫ് ദ ഗോസ്പൽ. അതിന്റെ ഫലങ്ങളിൽ ഒന്ന് നിങ്ങളെ വാഗ്ദത്തത്തിന് അവകാശികളാക്കുന്നു. ഈ വചനം നമ്മുടെ പക്കൽ ഉള്ളിടത്തോളം, ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കയ്യിലുള്ളിടത്തോളം, ലോകത്തിന്റെ ഏത് പ്രതികൂലങ്ങൾ പെരുങ്കാറ്റും കൊടുങ്കാറ്റും പോലെ അടിക്കട്ടെ, ഒരു ദോഷവും നമുക്ക് വരികയില്ല. പണ്ടൊരിക്കലൊരു പരുന്ത് താണ് പറക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാഴ്ചയാ, പരുന്തിനെ കണ്ട കാക്ക പോയി കൊത്തും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഈ പരുന്തും കാക്കയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പരുന്തിനെ കാണുമ്പോൾ കാക്ക കൊത്തും, ഇങ്ങനെ ഞോടി അതിനെ ഇങ്ങനെ ഓടിക്കും. ഒരിക്കൽ ഒരു പരുന്തിനെ കൊത്താൻ ഒരു കാക്ക വന്നു, തലയ്ക്കൊരു കൊത്ത്. പരുന്തത് കാര്യമാക്കിയില്ല, പിന്നെയും കൊത്തി. പരുന്ത് പതിയെ പറക്കലിന്റെ വേഗത കൂട്ടി പുറകെ നടന്നു കൊത്തി. അവസാനം പതിയെ പതിയെ പരുന്ത് ഉയർന്നുകൊണ്ടിരുന്നു. ഈ കാക്ക പരുന്തിന്റെ മുകളിൽ കയറിയിരുന്ന് കൊത്താൻ തുടങ്ങി. പരുന്തൊന്നും പ്രതികരിച്ചില്ല, അങ്ങ് മുകളിലോട്ട് പറന്നുകൊണ്ടിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോ കാക്ക വായും വളർന്ന് താഴോട്ട് വീണു. പരുന്ത് പിന്നെയും മേലോട്ട്. ഇങ്ങനെ നമ്മളെ ഞോടുന്ന ഒത്തിരി കാക്കകളുണ്ട്. ഒരുപാട് കാക്കകൾ സൈഡിൽ നിന്ന് നമ്മളെ ഞോടും, ഇങ്ങനെ കൊത്തും. കരിങ്കാക്കകൾ നമ്മളെ ഇങ്ങനെ ഞോടി കൊത്തുന്ന ഒത്തിരി കാക്കകൾ കാണും. ഒന്നും പ്രതികരിക്കാനൊന്നും പോകണ്ട. എല്ലാറ്റിനെയും പ്രതികരിച്ച് തോപ്പിക്കാൻ പറ്റുകയല്ല കേട്ടോ. കൊത്തുന്ന കാക്കകൾ ഇരുന്നോട്ടെ, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തു. നിനക്കെത്താവുന്ന ഉയരത്തിലേക്ക് നീ എത്തിക്കൊണ്ടിരിക്കും. എന്നാൽ കാക്കയ്ക്ക് വായുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഉയരമുണ്ട്. അത് കഴിയുമ്പോ ഇവ മലനടിച്ച് താഴോട്ട് പൊക്കോളും. പോകുന്നവർ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കൂ. വാഗ്ദത്തം നിങ്ങളുടെ പക്കൽ ഉള്ളിടത്തോളം നിങ്ങൾ സുരക്ഷിതരാ. അത് വിശ്വസിക്കാമോ? എന്റെ പക്കൽ ദൈവം ഏൽപ്പിച്ച വാഗ്ദത്തം എന്റെ പക്കൽ ഉള്ളിടത്തോളം ഞാൻ സേഫ് ആണെന്ന് വിശ്വസിപ്പാൻ കഴിയുന്നവർ കണ്ണുകളെ അടച്ച് കരങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. ഈ മീറ്റിംഗ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവവചന ശുശ്രൂഷ ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരു നിമിഷം ദൈവമക്കൾ അത് വിശ്വസിച്ചുകൊണ്ട്, എന്റെ പക്കൽ ദൈവമേൽപ്പിച്ച വാഗ്ദത്തം ഉള്ളിടത്തോളം ഞാൻ സേഫാണ്, ഞാൻ സേഫ് സോണിലാണ് എന്ന് എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുന്നില്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം വലങ്കരങ്ങളെ സമർപ്പിക്കൂ. ദൈവസന്നിധിയെ സമർപ്പിച്ചാട്ട്. ശത്രു ഒന്ന് കാണട്ടെ, നിന്നെ വേദനിപ്പിക്കുന്ന പിശാച് അതൊന്ന് കാണട്ടെ, നിന്നെ തളർത്തുവാൻ ശ്രമിക്കുന്ന സാത്താൻ അതൊന്ന് കാണട്ടെ, നിന്നെ കഷ്ടത്തിലാക്കുന്ന സാത്താൻ ദുഷ്ടൻ അതൊന്ന് കാണട്ടെ. നിന്റെ മേൽ വാഗ്ദത്തം വെച്ചിരിക്കുകയാ. ഈ രാത്രി നിങ്ങളുടെ ഭവനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തളർച്ചകൾ നാളുകളായി നിങ്ങളുടെ മനസ്സ് വ്യാകുലപ്പെട്ട് നിങ്ങൾ തളർന്നു പോവുകയാണോ? ഈ രാത്രി ആ വാഗ്ദത്തം എന്റെ സ്വന്തം, സുവിശേഷത്താൽ എന്നെ ആ വാഗ്ദത്തത്തിന് പങ്കാളിയാക്കി തീർത്തുവെന്ന് ഉത്തമ ബോധ്യമുള്ള ദൈവമക്കൾ ഹൃദയത്തിൽ സമർപ്പിച്ചിട്ട് പറ, ആ വാഗ്ദത്തം എന്റെ സ്വന്തമാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രി നീ വന്നതുപോലെ ഇവിടം വിട്ട് പോകേണ്ടി വരികയില്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രി വന്നതുപോലെ തിരികെ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. മൗനം വേണ്ട. ദൈവസന്നിധിയുടെ മൗനം വെടിഞ്ഞാട്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മുടെ മധ്യേ ചില കാര്യങ്ങൾ ചെയ്യൂ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലത്തിന് നദി സൗജന്യമായി കുടിക്കട്ടെ. വിശ്വസിപ്പാൻ കഴിയുന്ന ദൈവമക്കൾ കണ്ണുകളെ അടച്ച് മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധി സമർപ്പിച്ചുകൊള്ളി. പ്രാർത്ഥനയ്ക്കായി നാം സമയം വേർതിരിക്കുക. എല്ലാ അധരങ്ങളും ദൈവസന്നിധി തുറക്കപ്പെട്ട്, എന്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഞാൻ സേഫ്, എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ സഹോദര, ഈ രാത്രി മനസ്സ് തളർന്നവനായിട്ടാണോ ഇരിക്കുന്നത്? പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും നമ്മെ ഓർപ്പിച്ച സത്യമതായിരുന്നു, നീ തളർന്നു പോകരുത്, മുൻപോട്ട് പോയിക്കൊള്ളേ. സഹോദരി, നിന്റെ തലമുറയെ കുറിച്ച് നീ വ്യാകുലപ്പെട്ട് കണ്ണുനീരൊഴുക്കുകയാണോ? ഇന്ന് രാത്രി അവരെ കുറിച്ചുള്ള ദൈവത്തിന് നിവർത്തിക്കുവാൻ ദൈവം നിനക്ക് വാഗ്ദത്തങ്ങളെ മാത്രം മുറുകെ പിടിക്കുക. നിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ കണ്ട് നീ വേദന
വേദനപ്പെടുകയാണോ? നിത്യതയ്ക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തോട് എല്ലാവരും പറഞ്ഞാട്ട്, കർത്താവേ, പണമില്ലെങ്കിലും വസ്തുവകളില്ലെങ്കിലും വീടും വാഹനങ്ങളും ഇല്ലെങ്കിലും ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളില്ലെങ്കിലും നിത്യത വരെ എന്നെ കൊണ്ടെത്തിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ, ശാശ്വത ഗിരിയോളം എത്തിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ എനിക്ക് മതിയെന്ന് പറയാൻ കഴിയുന്നവർ അതൊന്ന് പറഞ്ഞാട്ടെ. ശത്രു അവർ ഈ നിമിഷം നിന്നെ വിട്ടു പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചാട്ടെ. രാത്രി ദൈവപ്രവൃത്തി ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കരങ്ങൾ ഉയർത്തിയാട്ടെ. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, അല്ല നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽ ചിലരിൽ, അല്ല നിങ്ങളുടെ അയൽവാസികൾ രക്ഷിക്കപ്പെടാത്ത ഒരാളിലാണോ പ്രാർത്ഥിപ്പാൻ നിന്നോടൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്, അത് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഈ കൺവെൻഷൻ നമ്മുടെ ബാനറിന് വേണ്ടിയുള്ളതല്ല എന്ന് ഈ രാത്രി നമ്മൾ തീരുമാനിക്കണം. ഈ കൺവെൻഷൻ കൂട്ടം ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നുകൂടിയിരിക്കുന്നത് ദൈവമക്കൾ ദേശത്ത് ദൈവനാമം ഉയർത്തിപ്പിടിക്കാനാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കണം എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരു സാക്ഷ്യം പറയുവാൻ കരങ്ങളെ ഒന്ന് ദൈവത്തിന് സമർപ്പിച്ചാട്ടെ. ദൈവം അത് ചെയ്യാൻ പോവുക. ഒന്ന് രണ്ട് വചനങ്ങൾ മാത്രം പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരിപ്പീൻ. സങ്കീർത്തനങ്ങൾ 3:7 പ്രാരംഭമായിട്ടൊന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. 3-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. യഹോവേ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. യഹോവേ എഴുന്നേൽക്കണമേ. പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യഹോവേ എഴുന്നേൽക്കണമേ. ഇന്ന് രാത്രി ദൈവം എഴുന്നേൽക്കാൻ പോവുക. ദൈവം എഴുന്നേൽക്കുന്നു. ദൈവമക്കൾ അതിന്റെ ബാക്കി പറയാമോ? ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറും. അത് സത്യമാണോ? അതിന്ന് രാത്രി ഇവിടെ നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? അത് തിരുവചന സത്യമാണ്. അത് നിവർത്തിക്കപ്പെടാൻ പോകുക. നാം വായിച്ച വാക്യം, യഹോവേ എഴുന്നേൽക്കണമേ, എന്നെ രക്ഷിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നാട്ടെ. ആ വചനത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് നിങ്ങൾ കാണും. നിങ്ങൾക്കായി എഴുന്നേൽക്കുന്ന ഒരു കർത്താവിനെ ഇന്ന് രാത്രി നിങ്ങൾ കാണും. ഒരു വാക്യം കൂടെ, 35-ാം സങ്കീർത്തനം എടുത്താട്ട്. 35-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. 35-ാം സങ്കീർത്തനം 2-ാമത് വാക്യം. നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണം. പരിചയം പലകയും പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണം. പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. കർത്താവേ എഴുന്നേൽക്കണമേ. പരിചയം പലകയും. നിന്റെ മുൻപിൽ ഒരു പരിചയം പിടിച്ചു നിൽക്കുന്ന ഒരു സൈന്യാധിപനെ ഇന്ന് രാത്രി നീ കാണുന്നുവോ? വിശ്വാസ കണ്ണുകളാൽ അത് കണ്ടുകൊള്ളുവീൻ. അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവ് നിന്നോടൊരു വാക്ക് പറയുന്നു, എഴുന്നേൽക്ക. ഇന്ന് രാത്രി അവൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 49-ാം വാക്യം കൂടെ അതിനോട് ബന്ധപ്പെടുത്തി നമുക്കൊന്ന് വായിക്കാം. മർക്കോസ് 10:49. അപ്പോൾ യേശു നിന്നു. അപ്പോൾ യേശു നിന്നു. ഇപ്പോൾ നാം പ്രാർത്ഥിച്ചു തുടങ്ങി, യഹോവേ എഴുന്നേൽക്കണമേ, എന്നെ രക്ഷിക്കണമേ. നീ പരിചയം പലകയും പിടിച്ച് എഴുന്നേൽക്കണം. എന്നെ സഹായിക്കണമേ. എന്റെ സഹായത്തിലോ ഒന്ന് എഴുന്നേൽക്കണമേ എന്നാണ് നാം പറഞ്ഞത്. കണ്ണുനീർ തൂകി പറഞ്ഞുകൊള്ളൂ. അപ്പോൾ യേശു നിന്നു. അടുത്തത്, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, എഴുന്നേൽക്ക. നിന്നെ വിളിക്കുന്നുവെന്ന് ധൈര്യപ്പെടുക, എഴുന്നേൽക്ക. ഈ രാത്രി നിങ്ങളെ ധൈര്യപ്പെടുന്ന ദൈവശക്തി ഈ രാത്രി ഇവിടെ വ്യാപരിക്കാൻ എല്ലാ കണ്ണുകളും അടയട്ടെ. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഒരു വലിയ പ്രവൃത്തി നമ്മുടെ മധ്യേ ചെയ്യണം. അത് കാണാതെ ഇവിടം വിട്ട് ഒരാളും പോകരുത്. നിങ്ങൾക്ക് കണ്ണുനീരോടെ പറയാമോ, യഹോവേ എഴുന്നേൽക്കണമേ, യഹോവേ എഴുന്നേൽക്കണമേ, എന്നെ സഹായിക്കണമേ. ഇന്ന് രാത്രി ഹൃദയപൂർവ്വം അത് പറയുന്നവർക്ക് വേണ്ടി കർത്താവ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. യേശു അവിടെ നിന്നു, അവനെ വിളിച്ചു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, അവൻ നിന്നെ വിളിക്കുന്നു. ഈ രാത്രി നമ്മെ ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്ന കർത്താവിന്റെ കരം അനുഭവിക്കട്ടെ. ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തിയെന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന പരിശുദ്ധാത്മാഭിഷേകമായിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ മേൽ സിയോനിൽ പകരുന്ന അഭിഷേകം അതിന്റെ വ്യക്തമായ തെളിവായി മാറട്ടെ. ആമേൻ. ശ്രദ്ധിക്കാമോ? നാം ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ദൈവമേ എഴുന്നേൽക്കണമേ. എത്ര പേരത് ഹൃദയപൂർവ്വം പറഞ്ഞു എന്ന് എനിക്കറിഞ്ഞുകൂടാ. പറഞ്ഞവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കരം. സ്തെഫാനോസ് പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. കല്ലേറുകൊണ്ട് മരിക്കുമ്പോൾ
അവൻ ആത്മാവ് നിറഞ്ഞ സ്വർഗത്തേക്ക് നോക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഒരേ ഒരു ഭാഗത്ത് മാത്രം യേശു പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതായി കാണുന്നു. സ്തെഫാനോസിനെ കൈക്കൊള്ളുവാൻ. സഹോദര, സഹോദരി, നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ, നിന്റെ വേദനകളുടെ നടുവിൽ കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കുകയാണ്. നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ശത്രുവിനെ ചിതറിക്കുവാൻ, നിനക്ക് നേരെ ഉണ്ടാകുന്ന ശത്രു, അത് രോഗമാകട്ടെ, പിശാചാകട്ടെ, ലോകത്തിന്റെ ശക്തികളാകട്ടെ, അതിനെ ചിതറിച്ചു കളയുവാൻ നിന്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേൻ. വീണ്ടും ദൈവമക്കളോട് പറയട്ടെ, ഇരിപ്പിട സുഖങ്ങൾ ഇപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ നിങ്ങളൊരു അഭിഷേകം ഉണ്ടാകണം. ശിംശോന്റെ മേൽ ഒരു വലിയ ബന്ധനമുണ്ടായിരുന്നു. അവന്റെ മേൽ യഹോവേ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ തീ കൊണ്ടുവന്ന ചണനൂല് പോലെ പൊട്ടിത്തെറിച്ചു പോകത്തക്ക തരത്തിൽ അവന്റെ മേൽ ശക്തി വ്യാപരിച്ചു. ഈ രാത്രി നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ ആരും നിങ്ങളെ പ്രാർത്ഥിച്ച് സഹായിപ്പാൻ വരുന്നില്ല. അതിനവസാനം സമയമുണ്ടാകും. എന്നാൽ ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് അധികാരം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും, ശത്രുവിന്റെ സകല ബലത്തെയും, ശത്രുവിന്റെ സകല ബലത്തെയും, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അഭിഷേകം, അധികാരം പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ മേൽ ദൈവം തരുന്നു. ആ കരം കൊണ്ട് പലരെയും തൊട്ടതിനാൽ സ്തോത്രം. ആ കരത്തിന്റെ സ്പർശനത്തിൽ അത്ഭുതങ്ങൾ നടന്നതിനാൽ സ്തോത്രം. ആ കരത്തിന്റെ സ്പർശനത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിച്ചിരിക്കാൻ സ്തോത്രം. ദൈവം അത്ഭുതങ്ങൾ ചെയ്തതിനാൽ സ്തോത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയാ, 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 ആമേൻ, ആമേൻ. തിരുവചനത്തിൽ പറയുന്നു, ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി കാണുകയില്ല. ഈ നിമിഷം വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ നാൾ വരെ, ഇന്ന് പകൽ വരെ എന്റെ മനസ്സിനെ തളർത്തിയ ശത്രുവിന്റെ ശക്തി, ഇനി നിങ്ങൾ അവനെ കാണുകയില്ല. ഇല്ല, അധികാരം ദൈവം നിങ്ങളുടെ മക്കൾ തരുന്നു. ആ ശത്രുവിനെ ഇനി നിങ്ങൾ കാണുകയില്ല. ആമേൻ. ഗിദെയോനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ ഈ ബലത്തോടെ പോകാം. ഈ രാത്രി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എത്ര പേരിൽ ആ ഒരു ശബ്ദം നിറയുന്നു? ഇന്ന് രാത്രി നിങ്ങൾക്ക് പോകുവാനുള്ള ബലം നിങ്ങൾക്ക് കിട്ടിയോ? കർത്താവ് മനസ്സലിയോടെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ കരുണയോടെ സഹായിക്കുകയാണ്. ആ ബലം പ്രാപിക്കാതെ ഇവിടെ വിട്ട് ഒരാളും പോകരുത്. നിന്റെ മുൻപിലെ വഴികളിലെ കെണികളെ വിട്ടൊഴിയുവാൻ നിന്റെ ഈ ബലത്തോടെ പോയിക്കൊള്ളുക. ഹല്ലേലൂയാ. ഉന്നതനേ സർവവല്ലഭനേ, ഉന്നത ശക്തി പകരണമേ. ഉന്നതനേ സർവവല്ലഭനേ, ഉന്നത ശക്തി പകരണമേ. ഓ ഉയരത്തിൽ നിന്നോട് ഉയരത്തിൽ നിന്നോട് ചേർന്നിടുവാൻ. എല്ലാവരും ചേർത്ത് കരങ്ങളെ തന്നെ പാടി. ഓ ഉന്നതനേ സർവവല്ലഭനേ, ഉന്നത ശക്തി പകരണം. അവർ ഉന്നതനേ സർവവല്ലഭനേ, ഉന്നത ശക്തി പകരണമേ. ഉയരത്തിൽ നിന്നോട് ചേർന്നിടുവാൻ. എല്ലാവരും അഭിഷേകത്തിന്റെ ശക്തിയിൽ ദൈവത്തെ ആരാധിച്ചോട്ടെ. ഓ ഉന്നതനേ സർവവല്ലഭനേ, ഉന്നത ശക്തി പകരണം. ഓ ഉന്നതനേ സർവവല്ലഭനേ, ഉന്നത ശക്തി പകരണം. ഓ ഉന്നതനേ സർവവല്ലഭനേ, ഉന്നത ശക്തി പകരണം. അവർ 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 ഉന്നതനേ സർവവല്ലഭനേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മിൽ നിവർത്തിക്കുവാൻ ഉന്നതനായ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. പ്രിയ ദൈവമക്കളെ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോകും. ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് എഴുന്നേറ്റിരിക്കുകയാണ്. നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന
എല്ലാ അന്ധകാര ശക്തികളെയും നിർമൂലമാക്കുവാൻ തക്കോണം നിനക്ക് വേണ്ടി കെട്ട വെളിയെത്തിരിക്കുകയാണ്. അവന്റെ വാക്തത്വം നമുക്ക് വിശ്വസിക്കാം, അവനോട് ചേർന്ന് നമുക്ക് ഇരിക്കാം, അവനെ നമുക്ക് ആരാധിക്കാം, അവനെക്കൂടെ ബലം നമുക്ക് പ്രാപിക്കാം. ഹല്ലേലൂയ! അവന്റെ സ്നേഹത്താൽ നിറയാം. അവേ ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുജീവനെ ഓടിടുന്നു, ദൈവം എഴുന്നേൽക്കുന്നു.